കൂടാതെ നമ്മൾ മീഡിയയ്ക്ക് ഇപ്പം പരിചയപ്പെടുത്തുകയാണ് പുതിയ ഒരു നായകനും നായികയും നമ്മൾ മലയാള സിനിമയിലേക്ക്, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ അവർ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിലെ നായകനായിട്ട് അവതരിപ്പിച്ച് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലായി. ഞങ്ങളൊക്കെ അതിന്റെ പ്രിവ്യൂ കണ്ടു. അത് ഇന്ന് മലയാളത്തില് ഒരു നായകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിൽ മെയ്വഴക്കത്തോടു കൂടിയാണ് ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല കാലിബറുള്ള ഒരു പുതുമുഖ നായകനെ ഞങ്ങൾ ആലപ്പി അഷ്റഫ് അവതരിപ്പിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും അങ്ങനെ ആയിത്തീരട്ടെ എന്ന്, നല്ല രീതിയിൽ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ നിഹാൽ, പ്ലീസ്. അതുപോലെ ഒരു വളരെ ടാലന്റുള്ള ഒരു കുട്ടിയെ ഓഡിഷനിലൂടെ കണ്ടെത്തിയതാണ് ഇതിലെ നായിക. നല്ല കഴിവുണ്ട്, അത് നമുക്ക് സിനിമയിലും കാണാം. അതിലുപരിയായിട്ട് വേറെ കാലിബറുള്ള ഒരു കുട്ടിയാണ്. നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക ഗോപിക, പ്ലീസ്. അതുപോലെ മലയാളത്തിലെ പല സിനിമകളിൽ മുഖം കാണിച്ചുകൊണ്ട് ഇപ്പോ മലയാള സിനിമയിൽ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് റിയ കാപ്പിൽ. പ്ലീസ് കം. സോറി. ഈ സിനിമയില് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രാമയിലാണ് ആരംഭിക്കുന്നത്. അതിനകത്ത് ഒരു ബൈബിൾ ഡ്രാമയാണ് ആരംഭിക്കുന്നത്. അതിൽ ജീസസിന്റെ വേഷം ചെയ്യാനായിട്ട് പ്രത്യേക കോസ്റ്റ്യൂം ഒന്നും, ഗെറ്റപ്പ്, മേക്ക് ഓവർ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഡയറക്ടർ കണ്ടെത്തിയത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് ഹാഷിം ഷാ. വളരെ പ്രശസ്തനായ ഒരു സിംഗറാണ് അദ്ദേഹം ഈ സിനിമയിൽ നന്നായിട്ട്, ഈ മുടിയൊക്കെ അഴിച്ചിട്ടാൽ നല്ല ജീസസിന്റെ രൂപഭാവമാണ്. അത് നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ നമ്മുടെ നായക കഥാപാത്രം ചെയ്യുന്ന നടന്റെ ഫാദറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. ത്രൂഔട്ട് വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്തുന്നു. നമുക്കിനി ഔദ്യോഗികമായിട്ട് ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഓരോ വാക്ക് എല്ലാവർക്കും സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോകാം. ഓക്കെ, റെഡി? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിലെ 2 പാട്ടുകൾ, ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങി, അത് ഒരു പ്രണയഗാനമാണ്. അത് പാടിയത് ശ്വേതാമോഹനും നജീം അർഷാദുമാണ്. നന്നായിട്ട് പോകുന്നുണ്ട്, നല്ലതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രണയഗാനം. ഇനി 15-ാം തീയതി ഇതിന്റെ അടുത്ത ഗാനം ലോഞ്ച് ചെയ്യുകയാണ്. അത് പാടിയിരിക്കുന്നത് ശ്രേയ ഘോഷാലാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ ഗായിക ശ്രേയ ഘോഷാൽ. അഫ്സൽ യൂസുഫാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് ശ്രേയ ഘോഷാലിന്റെ ആ പാട്ടിന്റെ പ്രത്യേകത, മലയാളത്തില് ഒരു ക്രിസ്തീയ ഗാനം ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രേയ ഘോഷാൽ ആദ്യമായിട്ട് പാടിയിരിക്കുകയാണ്. വളരെ ഹിറ്റാകാൻ സാധ്യതയുള്ള ഒരു ഗാനം. അത് 15-ാം തീയതി ഇറങ്ങും. അതൊരു ക്രിസ്ത്യൻ പാട്ടാണ്. പിന്നെ നമുക്ക് എല്ലാവരുടെയും അനുഗ്രഹീത ഗായകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദാസേട്ടൻ ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതും ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അത് 20-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. അതും വളരെയധികം ശ്രദ്ധിക്കപ്പെടും. ആ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള പാട്ടുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും അതിന്റെ മെസ്സേജൊക്കെ അതുപോലെ വരുന്നത് കൊണ്ടും ഇതിന്റെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ KCBC സെക്രട്ടറി അച്ഛനെയും മീഡിയ കമ്മീഷൻ അച്ഛനെയുമാണ്. 2 പേരെയും മുന്നോട്ടേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. 2 പേരും കൂടി അത് കൊടുക്കുന്ന രീതിയിൽ. കാരണം ഞങ്ങള് KCBCയിൽ ചെന്ന് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ, അതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായ 2 പേരുമാണ് ഇവർ. കാരണം നല്ലതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത്. അത് സഭയെന്നുള്ളതോ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതോ അല്ല. സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സിനിമ അതാണ്. നമ്മൾ ഈ സിനിമയിലൂടെ ആ മെസ്സേജാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ തന്നെ ഈ കാർമ്മികത്വം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അഭിമാനിക്കുകയാണ്. താങ്ക് യു വന്നതിന്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിനിമയുടെ നെടുന്തൂണായി ഇത് പുറത്തിറക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്ന PT ജോസ് സാറിന്, അദ്ദേഹമാണ് അതിന് അർഹനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും
ഈ ഓഡിയോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോസ് സാറിനെ എല്ലാവരുടെ അനുഗ്രഹത്തോടും എല്ലാവരും ചേർന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും അങ്ങനെ നമ്മുടെ ഓഡിയോ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയാണ്. ഓഡിയോ ലോഞ്ച് ഭംഗിയായി ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഗാനങ്ങളെയും ഈ സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം.